ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബീട്രൂട്ടിൻ്റെ ഒരു തോരനാണ് തയ്യാറാക്കാൻ പോണത്. ഇതൊരു 3 ബീട്രൂട്ട് ഉണ്ട്. ഇത് ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പേസ്റ്റൊന്നും ആക്കരുത് കേട്ടോ, വെറുതെ ഒന്ന് തിരിച്ചാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്യുക. അപ്പോഴേക്കും ഇങ്ങനെയാവും, ചെറിയ ചെറിയ കഷ്ണമാവും. ഇത് ചീകി എടുത്താലും മതി. അപ്പോൾ ഞാൻ ചീകി എടുക്കുമ്പോൾ പിന്നെ കൈക്കൊക്കെ വേദന വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എളുപ്പപ്പണി ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം അത്. പിന്നെ എനിക്കൊരു കാന്ത വേണം, കുറച്ച് നാളികേരം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം കാണിക്കാം. സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ആദ്യം. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടുക. അത് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ ജീരകം ഇടുക. അതിന് ശേഷം ഒരു കാന്ത അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള. അതിട്ടിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ എനിക്കൊരു കഷ്ണം ഇഞ്ചി ഉണ്ട്, ചെറുതായി കട്ടാക്കിയത്, അതുകൂടുക. പിന്നെ അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഉണ്ട്, കുറച്ച് വേപ്പിലയുണ്ട്, എല്ലാം കൂടെ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇടുമ്പോൾ ബീട്രൂട്ടിൻ്റെ അതിൻ്റെ ഒരു മണവും ടേസ്റ്റൊന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതെല്ലാം ഇടുമ്പോൾ ആ മണമൊന്നും അറിയില്ല. ബീട്രൂട്ടിൻ്റെ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അതിൽ അയണൊക്കെ നല്ലോണം ഉള്ളതല്ല, അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ നല്ലതാണ്. അങ്ങനെ രക്തക്കുറവുള്ളവർക്കൊക്കെ ഡോക്ടർമാരായാലും ഇത് കഴിക്കാൻ പറയും. അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷം, മൊരിയൊന്നും വേണ്ട, വെറുതെ അതിൻ്റെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പച്ചക്കുത്തൊന്ന് മാറണം. അത് മാറി നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കാം. ഇതൊരു പകുതി മുറി, മീൻസ് ഒരു നാളികേരത്തിൻ്റെ പകുതി, ഒരു മുറി നാളികേരം ചെറിയതാണ്. അതിൽ ഞാനൊരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിൽ ചുവന്ന മുളക് ഇടില്ല. ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, ഒരു 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരത്തിൽ കൂടെ ഞാൻ പച്ചമുളക് കീറിയത് ഇടുന്നുണ്ട്. ഈ എണ്ണയിൽ പച്ചമുളക് ഇട്ടാൽ ചുമ വരും, അത് ഞാൻ നാളികേരം ഇടുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചത്. ഈ നാളികേരം ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടും ഉപ്പും ഒന്നിച്ചിടാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, അതിലത്തെ വെള്ളം കൊണ്ട് ഇത് വെന്തോളൂ. ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ആ നാളികേരത്തിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇടുക. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ആദ്യം കുറച്ചിട്ടാൽ മതി. നന്നായിട്ട് ബീട്രൂട്ട് ഇടുക. ബീട്രൂട്ട് ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ചെറിയ തീയിൽ അത് വേവിക്കുക. അപ്പോൾ അതിൽ എന്താ പറയുക, എണ്ണയും കൂടുതൽ വേണ്ട, പിന്നെ വെള്ളം ഒഴിക്കണ്ട. ഇതിൽ വെള്ളം ഉണ്ടാവും, അതിൽ തന്നെ അത് വെന്തോളൂ. അപ്പോൾ മിക്സായിട്ടുണ്ട് ഒരു വിധം. ഒന്ന് വാടുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് അടച്ചു വയ്ക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കാത്ത കാരണം അടിയിൽ പിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം.
ഇതെല്ലാം വെന്തിട്ടുണ്ട്. നല്ലൊരു തോരനാണത്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ ഞാൻ ചെറിയ ജാറിൽ അടിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കണം കേട്ടോ. ഒന്ന് തിരിയുമ്പോഴേക്കും അത് നിർത്തണം, അല്ലെങ്കിൽ പിന്നെ അത് പേസ്റ്റ് ആവും. സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് അതിലിട്ടാൽ മതി, കുറച്ച് കുറച്ചായിട്ട് ഒന്നിച്ചിടണ്ട. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ ഉപ്പുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ ഇതിൽ ഞാനൊരു സ്പൂൺ ഈ കറിവേപ്പിലയുടെ മേലെയായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഒഴിക്കണുള്ളൂ, ചെറിയ സ്പൂൺ. അത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണത്. ഇത് എല്ലാത്തരം തോരനിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ലൊരു തോരനാണത്. നമ്മുടെ ചപ്പാത്തിയിലേക്കും ചോറിലേക്കും എല്ലാം കഴിക്കാം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. ഇവിടെ എൻ്റെ കൊച്ചുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം അത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.